നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബാറുകളുടെ പ്രവർത്തന സമയം രാത്രി 12 മണി വരെ കൂട്ടാൻ സർക്കാർ ശരവേഗത്തിൽ ഉത്തരവിറക്കിയതും പ്രതിപക്ഷത്തിന്റെ ദുർബല പ്രതിഷേധവും രാഷ്ട്രീയ നിഴലിൽ ചർച്ച ചെയ്യപ്പെടുക സ്വാഭാവികമാണ്. സാധാരണക്കാരുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയുള്ള അപേക്ഷകൾ വരെ മാസങ്ങളോളം ഫയൽ മുടക്കി കിടക്കുമ്പോൾ കൂടുതൽ മദ്യം ഒഴുക്കാനുള്ള തീരുമാനം മണിക്കൂറുകൾക്കുള്ളിൽ നടപ്പാക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കേണ്ട ബാധ്യത ഭരണപക്ഷത്തിന് മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ അറിവോടെയാണിതെന്ന എക്സൈസ് മന്ത്രിയുടെ പ്രസ്താവനയെ വിശ്വാസത്തിലെടുത്താൽ എതിർപക്ഷത്തിനുമുണ്ട്. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷന്റെ അപേക്ഷ എക്സൈസ് മന്ത്രി MP രാജേഷ് മുഖ്യമന്ത്രിക്ക് കൈമാറി മണിക്കൂറുകൾക്കകം അനുമതി ലഭിച്ചതും തുടർന്ന് വിജ്ഞാപനം ഇറങ്ങിയ വേഗതയും ഒരു സാധാരണ ഭരണ നടപടി മാത്രമാണെന്ന് വിലയിരുത്താനാവില്ല. അപേക്ഷ സമർപ്പിച്ച് 49.5 മണിക്കൂറിനുള്ളിൽ അനുമതി ലഭിച്ചു. തുടർന്ന് വിജ്ഞാപനവും ഇറങ്ങി. ബജറ്റ് ദിനത്തിൽ തുടങ്ങി കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഉത്തരവ് വരെയുള്ള ഭരണത്തിടുക്കം വിലയിരുത്തിയാൽ ഇതൊരു തെരഞ്ഞെടുപ്പ് ഡീലാണോ എന്ന സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ജനുവരി 29-ന് ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയിൽ എത്തി. 31-ന് മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിച്ചു. ഫെബ്രുവരി 17-ന് ഉത്തരവിറങ്ങി എന്നത് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് സാമ്പത്തികമായി ശക്തരായവർക്ക് അനുകൂലമായി തീരുമാനങ്ങൾ വേഗത്തിൽ കൈക്കൊള്ളപ്പെടുമ്പോൾ അതിന് പിന്നിലെ പ്രേരണകളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് സംശയം തോന്നുന്നത് കുറ്റകരമല്ല. ബാർ സമയം നീട്ടിയതല്ല, ഏകീകരിച്ചതാണ് എന്നാണ് സർക്കാർ വാദം. ടൂറിസം കേന്ദ്രങ്ങളിലെ ബാറുകൾക്ക് അനുവദിച്ചിരുന്ന സമയം സംസ്ഥാനത്തെ എല്ലാ ബാറുകൾക്കും ബാധകമാക്കിയെന്നാണ് വിശദീകരണം. ടൂറിസം കേന്ദ്രങ്ങളിൽ മാത്രം അനുവദിച്ചിരുന്ന 10-12 വരെ സമയം എല്ലാ ബാറുകൾക്കും ബാധകമാക്കുകയും 5 സ്റ്റാർ ബാറുകൾക്ക് അധിക ഫീസിന് പുലർച്ചെ 3 വരെ പ്രവർത്തിക്കാൻ അനുമതി നൽകുകയും ചെയ്തത് എങ്ങനെ ഏകീകരണം മാത്രമാകും? ഇത് വ്യക്തമായ ഇളവല്ലാതെ മറ്റെന്താണ്? 5 സ്റ്റാർ ബാറുകൾക്ക് അധിക ഫീസ് അടച്ച് പുലർച്ചെ 3 വരെ പ്രവർത്തിക്കാനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ സംസ്ഥാനത്ത് ഇപ്പോൾ രാവിലെ 10 മണി മുതൽ പുലർച്ചെ 3 വരെ മദ്യം ലഭിക്കുമെന്ന സ്ഥിതിയിലായി. ഈ തീരുമാനങ്ങളൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന മദ്യനയത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുള്ള സമഗ്ര ചർച്ചയ്ക്ക് ശേഷമായിരുന്നോ? മന്ത്രിസഭയിലോ LDFിലോ ആലോചനകൾ നടന്നിരുന്നോ എന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ലഭിച്ചിട്ടില്ല. മദ്യ ഉപഭോഗം കുറയ്ക്കാൻ ബാറുകളുടെ പ്രവർത്തന സമയം അരമണിക്കൂർ കുറച്ചുകൊണ്ടാണ് 1ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. 2ാം പിണറായി സർക്കാർ പടിയിറങ്ങുമ്പോൾ 2 മണിക്കൂർ അധിക സമയം കൂടി നൽകിക്കൊണ്ടും. മദ്യ നിരോധനമല്ല, വർജനമെന്ന ഭംഗിവാക്കിൽ അധികാരത്തിൽ വന്ന സർക്കാരാണ് ഇപ്പോൾ കേരളത്തിൽ മദ്യലഭ്യത ചരിത്രത്തിലില്ലാത്ത വിധം ഉറപ്പുവരുത്തിയിരിക്കുന്നത്. 9.5 വർഷം മുൻപ് 1ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ സംസ്ഥാനത്ത് 29 ബാറുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോഴത് 884 ആയി എന്നത് ആശ്ചര്യപ്പെടുത്തുന്നതല്ല, ഭീതിപ്പെടുത്തുന്നത് തന്നെയാണ്. സർക്കാർ മദ്യത്തിന് പേര് നൽകാൻ പരസ്യം നൽകിയും ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ സൗകര്യങ്ങളുടെ മേനി പറഞ്ഞും മദ്യവിപത്തിനെ നിസ്സാരവൽക്കരിക്കുമ്പോൾ LDFിന്റെ പ്രഖ്യാപിത നയങ്ങൾ ബഹുദൂരം അകലുകയാണെന്ന് തിരിച്ചറിയണം. കേരളം രാജ്യത്ത് ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ഇവിടെയുള്ള 33 ലക്ഷത്തോളം മദ്യപാന ശീലമുള്ളവരിൽ 5 ലക്ഷത്തോളം പേർ നിത്യേന മദ്യം കഴിക്കുന്നവരാണെന്നുമാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മദ്യാസക്തിയും മദ്യപാനവും കേരളത്തിലെ കുടുംബങ്ങളിൽ അരക്ഷിതാവസ്ഥയും അനാഥത്വവും ബാക്കിയാക്കുമ്പോൾ സർക്കാർ കണ്ണ് പണക്കിഴിയിൽ മാത്രമാണ്. മദ്യവിൽപ്പനയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഖജനാവിനെ താങ്ങി നിർത്തുന്നത്. ഏതാണ്ട് 20,000 കോടിയോളം രൂപയുടെ വരുമാനമാണ് പ്രതിവർഷം മദ്യവിൽപ്പനയിലൂടെ കിട്ടുന്നത്. മദ്യനയത്തിൽ ഇളവുകൾ വരുത്താൻ ബാർ ഉടമകളുടെ സംഘടനാ അംഗങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ പിരിച്ചുവെന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നത് വിവാദമായിരുന്നു. മദ്യനയത്തിൽ തങ്ങൾക്ക് ഗുണകരമായ നിർദ്ദേശങ്ങൾ ഉറപ്പുവരുത്താനായിരുന്നുവത്രേ ഈ പണപ്പിരിവ്. ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കുക എന്നത് ബാറുടമകളുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു. അതാണ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സാധ്യമാക്കിയിരിക്കുന്നത്. സമയമാറ്റം പ്രതിപക്ഷത്തിനും അറിവുള്ളതാണെന്ന് വകുപ്പ് മന്ത്രി പറയുമ്പോൾ ഈ ഡീലിന്റെ പിന്നിലെ കണ്ണികൾ ആരൊക്കെ എന്നറിയാൻ പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട്. ബാറുടമകൾ ഈ ആവശ്യവുമായി സമീപിച്ചിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും സർക്കാർ ഔദ്യോഗികമായി ചർച്ച നടത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. മറുവശത്ത് പ്രതിപക്ഷത്തിന് അനുകൂലമായ നിലപാടാണെന്ന് സർക്കാരിന് അറിയാമായിരുന്നുവെന്ന സൂചന മന്ത്രിയും നൽകുന്നു.
ഈ പരസ്പര വിരുദ്ധ പ്രസ്താവനകൾ ജനങ്ങളിൽ സംശയം വർദ്ധിപ്പിക്കുന്നതാണ്. മദ്യനയം വരുമാന നേട്ടത്തിന്റെ മാത്രം വിഷയമല്ല, സാമൂഹികാരോഗ്യവുമായി ബന്ധപ്പെട്ട വലിയ ഉത്തരവാദിത്തം കൂടിയാണ്. കേരളം ഇതിനകം തന്നെ മദ്യോപയോഗത്തിൽ നിന്ന് ഉയർന്ന നിലയിലാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ബാർ സമയം നീട്ടൽ ടൂറിസം പ്രോത്സാഹനമെന്നോ വരുമാന വർധനയെന്നോ വിശേഷിപ്പിച്ചാലും അതിൻ്റെ സാമൂഹിക പ്രതിഫലനം എന്താകുമെന്ന് ഭരണകൂടം മറക്കരുത്. മറ്റു സംസ്ഥാനങ്ങളെ ചൂണ്ടിക്കാട്ടിയല്ല, കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലവും വെല്ലുവിളികളും മുന്നിൽ കണ്ടുവേണമായിരുന്നു നിലപാട് സ്വീകരിക്കാൻ. നിർഭാഗ്യവശാൽ സർക്കാരിന് അതില്ലാതെ പോകുന്നുവെന്നത് ഖേദകരമാണ്. പ്രതിപക്ഷത്തിനും ഈ വിഷയത്തിൽ കടമയുണ്ട്. ചോദ്യം ചെയ്യേണ്ടി ആർക്കുള്ള സുരക്ഷാ കവചമാണ്? ബാർ വിഷയത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പരസ്പര ധാരണകളും മൗനങ്ങളും ജനങ്ങളിൽ ഉയർത്തുന്നത് രാഷ്ട്രീയ അവിശ്വാസമല്ലാതെ മറ്റൊന്നല്ല.